ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കാരുണികനായ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഏതൊരു കാര്യവും ചെയ്യാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ അത് ചെയ്യുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്ന്. കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പാലിക്കുക, വാക്ക് പറഞ്ഞാൽ അത് നിറവേറ്റുക, ഉടമ്പടികൾ ചെയ്താൽ അതിനെ മാനിക്കുക. ഇത് വിശ്വാസിയുടെ ബാധ്യതയാണ്, വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തേട്ടമാണ്. നല്ല വിശുദ്ധരായ മാന്യരായ ആളുകളുടെ മേൽവിലാസം തന്നെ അതായി മാറും എന്നതാണ്. അപ്പം പ്രതിജ്ഞയുടെ കാര്യത്തിലും കരാർ പാലനത്തിൻ്റെ കാര്യത്തിലും സത്യസന്ധമായ സമീപനം സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിക അധ്യാപനം. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഒരാളൊരു പ്രതിജ്ഞ ചെയ്തു, പക്ഷെ മറ്റൊന്നിലാണ് തനിക്ക് നന്മ എന്ന് കണ്ട് അപ്പോൾ തൻ്റെ പ്രതിജ്ഞ ലംഘിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യട്ടെ, നന്മയുള്ള കാര്യം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതൊരാളോടാണോ നാം വാക്ക് പറഞ്ഞത് ആ വാക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് വായിക്കാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ മരണാസന്നനായ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖുറൈശി സമൂഹത്തിൽപ്പെട്ട ഒരാൾ മകളെ വിവാഹാന്വേഷണം നടത്തിയിരുന്നു. ഞാൻ ആ അന്വേഷണം സ്വീകരിക്കുകയും ചെയ്തു, വിവാഹം നടത്തിത്തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ആ വാഗ്ദാനം നിർവഹിക്കാതെ പോയാൽ കപടവിശ്വാസിയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്ന, മരണാസന്നനായ സമയത്ത് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്നുൽ മുബാറക് എന്ന് പറയുന്ന വ്യക്തി, മഹാനായ വ്യക്തി, അഗ്നി ആരാധകരിൽപ്പെട്ട ഒരു ശത്രുപക്ഷത്തുള്ള ആളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ അഗ്നി ആരാധകനായ വ്യക്തി പ്രാർത്ഥന നടത്തുന്ന സമയമായപ്പോൾ ഇബ്നു ഉമറിനോട് പ്രാർത്ഥനാ സമയത്ത് എന്നെ വധിക്കരുത്, എന്നോട് യുദ്ധം ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്നു. ആ ആവശ്യം ഇബ്നുൽ മുബാറക് അംഗീകരിക്കുന്നു. ആ ഇബ്നുൽ മുബാറക് അത് അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഈ അവസരത്തിൽ അദ്ദേഹത്തിനെ വധിച്ചു കളയാമെന്ന് ഇബ്നുൽ മുബാറക്കിന് തോന്നുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത, ഒരശരീരി കേട്ടതുപോലെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇബ്നു മുബാറക്, നീ കരാർ പാലിക്കണം, കരാർ ഉത്തരവാദിത്തമുള്ളതാണെന്ന് വിശുദ്ധ ഖുർആനിലെ കൽപ്പന നീ വിസ്മരിച്ചു പോകരുത്. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേട്ട ഉടനെ ഇബ്നു മുബാറക് തൻ്റെ ശത്രുവിനെ വധിക്കാനുള്ള ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ശത്രു വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ വധിക്കാനായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു, എന്നാൽ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്മാറിയത്? ഇബ്നുൽ മുബാറക് സംഭവം വിവരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ആ ശത്രുവായ മനുഷ്യൻ പറഞ്ഞു, ശത്രുക്കളുടെ കാര്യത്തിൽ കൂടി നീതിരഹിതമായി പെരുമാറരുതെന്ന് ആജ്ഞാപിക്കുകയും അങ്ങനെ ചെയ്യുന്നവർക്ക് വമ്പിച്ച താക്കീത് നൽകുകയും ചെയ്യുന്ന സർവാധിനാഥനായ അള്ളാഹുവിന് സ്തുതി. ഇതാ ഞാൻ വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ ഇസ്ലാം വിശ്വാസിയായി അതിൻ്റെ അനുയായിയായി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്ന ഒരു ചരിത്ര സംഭവം വായിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു സമയത്തും ശരിയായ കാര്യങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ അടിത്തറയിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് സത്യം ചെയ്താൽ അതിൽ നന്മയുള്ള കാലത്തോളം അയാൾ അത് ചെയ്യുക തന്നെ വേണം. അന്തസ്സുള്ള വാക്കായിരിക്കണം. വിശ്വാസിയുടെ നടത്തവും മുസ്ലിമിൻ്റെ ചിഹ്നവുമായി മാറണം എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അനസ് ബിൻ നദർ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ പ്രവാചകൻ്റെ അടുത്ത് വന്ന ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബിയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മുശ്രിക്കുകളുമായി താങ്കൾ നടത്തിയ ആദ്യ യുദ്ധത്തിൽ എനിക്ക് പങ്കാളിയാകാൻ സാധിച്ചില്ല. അള്ളാഹു എന്നെ പ്രവാചകനോടൊപ്പം നിലനിർത്തിയാൽ അടുത്ത യുദ്ധത്തിൽ, അവർക്കെതിരെയുള്ള രണ്ടാമത്തെ സമരത്തിൽ എൻ്റെ കഴിവുകൾ എന്തെന്ന് താങ്കൾക്ക് കാണാൻ പറ്റും. ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ യുദ്ധമായ ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ പിൻവാങ്ങുകയായിരുന്നു.
അപ്പോൾ അനസ് ബിൻ നദറിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, എൻ്റെ കൂട്ടാളികൾ ചെയ്തതിനെക്കുറിച്ച് ഞാൻ നിന്നോട് ക്ഷമയർത്ഥിക്കുകയാണ്. ബഹുദൈവ വിശ്വാസികൾ ചെയ്തത് സംബന്ധിച്ച് ഞാൻ നിരപരാധിയാണ്. എന്നിട്ട് അദ്ദേഹം പടക്കളത്തിലേക്ക് കുതിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് സഅദ് ബിൻ മുആദിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാൻ ഉഹുദിനപ്പുറം സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുകയാണ്. അത്തരം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, സൂക്തമിറങ്ങുകയാണ്. സത്യവിശ്വാസികളിൽ ചില പുരുഷന്മാരുണ്ട്, അള്ളാഹുമായി ചെയ്ത കരാർ അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവരിൽ ചിലർ തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കി, ചിലർ അതിന് അവസരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും അള്ളാഹുമായുള്ള പ്രതിജ്ഞയിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. അപ്പോൾ വാഗ്ദാന പാലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്നത് രണ്ട് കാര്യങ്ങൾ തീർച്ചയായും നാം ഉറപ്പിച്ച്, രണ്ട് ഘടകങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തേത് ഓർമ്മശക്തിയാണ്. ആ ഓർമ്മശക്തി ഉണ്ടാകണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംഭവിച്ചത്, ആദം അള്ളാഹുവിനോട് കരാർ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം മറന്നുപോവുകയാണ്. വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മശക്തി നമ്മുടെ ഏത് കരാറും, ഞാൻ ഇന്നാളോട് പറഞ്ഞ വാക്ക്, ഇന്നാളോട് പറഞ്ഞിട്ടുള്ള കരാർ, ഈ ഓർമ്മ നമുക്കുണ്ടാകണം. ഈ ഓർമ്മക്കുറവ് സംഭവിക്കാവുന്നതാണ്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംഭവിച്ചത് നാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാവിധത്തിലുള്ള നൈമിഷികമായ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയും ചെയ്തെങ്കിൽ മാത്രമേ വാക്ക് പാലിക്കാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാന ശക്തിയാണ്. അത് വളരെ കൃത്യമായി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ വാക്കുകൾ പാലിക്കാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ കേവലം ഓർമ്മശക്തി മാത്രം ഉണ്ടായതുകൊണ്ട് പോരാ, പിന്നോട്ട് വലിക്കുന്ന എല്ലാ തരത്തിലുള്ള ചിന്തകളെയും, ഏത് തരത്തിലുള്ള പ്രതിലോമപരമായ സമീപനങ്ങളെയും നേരിടാൻ കഴിയുന്ന, ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ കഴിയുന്ന സന്നദ്ധതക്കാണ് യഥാർത്ഥത്തിൽ നിശ്ചയദാർഢ്യം എന്ന് പറയുക. അപ്പോൾ സ്വന്തം ത്യാഗത്തിലൂടെ, നാം ചെയ്യുന്ന ത്യാഗത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാനുള്ള സന്നദ്ധതയാണത്. അപ്പോൾ വാഗ്ദാന പാലനത്തിന് വലിയ വിലയായിരിക്കണം നാം കൊടുക്കേണ്ടി വരിക. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അല്ല, വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുകയാണോ? നിങ്ങൾക്കാകട്ടെ നിങ്ങളുടെ മുൻഗാമികളുടെയും വിശ്വാസികളുടെ അനുഭവം ഇതുവരെ വന്നു ഭവിച്ചിട്ടില്ല. ക്ലേശങ്ങളും വിപത്തുകളുമാണ് അവരെ ബാധിച്ചത്. അല്ല, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം എന്ന് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാറ് അവർ കിടിലം കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാ അള്ളാഹുവിൻ്റെ സഹായം ആസന്നമായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അധ്യായം 2-214 വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം മുസ്ലിമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരാർ എന്ന് പറയുന്നത് അവനും അവൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള കരാറാണ്. ആ കരാറിൽ ഒരു തരത്തിലുള്ള ലംഘനവും അവൻ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ മനുഷ്യനോട് പറയുന്നത്, ആദം സന്തതികളെ, നിങ്ങൾ പിശാച്ചിന് വഴിപ്പെട്ടു പോകരുത്. തീർച്ചയായും അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങളോട് നിർദ്ദേശിച്ചിരുന്നില്ലേ എന്ന്. അപ്പോൾ അള്ളാഹുമായി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. എത്ര വലിയ ദുഷിച്ച മനുഷ്യനും പോലും നന്മയിലേക്കുള്ള അഭിവാഞ്ചയുണ്ടായതിന് കാരണം അതാണ്. മനുഷ്യന് അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എത്ര നശിച്ചുപോയ മനുഷ്യന് പോലും നന്മയിലേക്കുള്ള ഒരു ചെറിയ അഭിവാഞ്ചയും താല്പര്യവും ഉണ്ടാകാൻ കാരണം അതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതായത് ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ മാർഗം പ്രാപിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുമെന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള പരാശക്തി ആരാണ്? ആ പരാശക്തിയിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ബോധം സകല മനുഷ്യരിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ആ കരാറിനെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത്, ആദം സന്തതികളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ നിന്റെ രക്ഷിതാവ് പുറത്തേക്ക് കൊണ്ടുവരികയും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാനല്ലയോ നിങ്ങളുടെ സ്രഷ്ടാവ് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ തന്നെ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം സ്മരണീയമാണ്. അവർ പറഞ്ഞു, അതേ, ഞങ്ങൾ സാക്ഷി നിന്നിരിക്കുന്നു, ഇതൊന്നും ഞങ്ങൾക്കറിവുണ്ടായിരുന്നില്ലെന്ന്
നിങ്ങൾ വരാനിരിക്കുന്ന പുനരുദ്ധാന ദിവസം നിങ്ങൾ പറയാതിരിക്കുവാനാണിത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളാണ് ഇത്തരത്തിലുള്ള ശിർക്ക് പരമായ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങൾ അവരുടെ സന്താനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ അസത്യമാർഗം കൈക്കൊണ്ടവർ ചെയ്ത തെറ്റിന് നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ ന്യായം പറയാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവുമായുള്ള ഏറ്റവും വലിയൊരു കരാർ നാം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ആ കരാറിൻ്റെ പാലനം അന്തസ്സോടെ ബഹുമാനത്തോടെ ഏറ്റവും ആദരവോടുകൂടി ആ കരാർ പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് സ്വന്തം ജീവൻ നൽകിയിട്ടും സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മുഴുവൻ അധ്വാന പരിശ്രമങ്ങളിലൂടെയും ആ കരാർ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഏറ്റവും നല്ല വ്യക്തികളായിട്ട് മാറുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികളും തമ്മിലുള്ള കരാർ മാത്രം. പിന്നെ രണ്ടാമത്തേത് മനുഷ്യനും തമ്മിലുള്ള കരാറാണ്. ഓരോ മനുഷ്യനും, അത് സഹോദര സമുദായത്തിലുള്ള ആളാകട്ടെ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസക്രമത്തിലുള്ള ആളാകട്ടെ, അതിൽ യാതൊരു തരത്തിലുള്ള അനീതിയുമില്ലാത്ത വിധത്തിൽ എല്ലാവരോടും ജാതിയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും യാതൊരു വ്യത്യാസവുമില്ലാതെ കരാർ പാലിക്കുകയും വാക്കുപാലിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല വ്യക്തികളായി മാറുക എന്നത് ഇസ്ലാമിക അധ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരാൾ ഏറ്റവും നല്ല വ്യക്തിയാവുക എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും നല്ല വ്യക്തികളായി, ഏറ്റവും നല്ല സമൂഹമായി, വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണ് നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ നാടുകളിൽ വ്യത്യസ്തമായ പാർട്ടികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകാറുള്ളത്. ആ വാഗ്ദാനങ്ങൾ, പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ നിർനിമേഷമായി നോക്കി നിൽക്കുവാനല്ലാതെ, നിസ്സഹായമായി നോക്കി നിൽക്കുവാനല്ലാതെ സാധിക്കാത്ത ഒരു കാലത്ത് വാക്കുകൾക്ക് വിലയുണ്ട് എന്നും പാവപ്പെട്ടവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞങ്ങൾ ഇന്നത് നൽകും, ഞങ്ങൾ അത് ഉണ്ടാക്കിത്തരും, ഞങ്ങൾ ഇന്ന പോലെ ചെയ്യും എന്നൊക്കെയുള്ള ധാരാളം വാചോടൊപ്പങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴും പല ആളുകളും ചെയ്യാറുള്ളത് സംഭാവനക്കൊക്കെ വരുമ്പോൾ വലിയ സംഖ്യ വാഗ്ദാനം ചെയ്യാറുണ്ട്. പക്ഷേ പിന്നീട് ആ സംഖ്യയുടെ ഒരു വർത്തമാനം പോലും നാം കേൾക്കാറില്ല. അങ്ങനെ വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരു കാലമായി വരുന്ന സന്ദർഭത്തിൽ വാക്കുകൾക്ക് വിലയുള്ള, അന്തസ്സുള്ള, അദ്ദേഹം വാക്കുപാലിക്കുന്നവനാണ് എന്ന മേൽവിലാസം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അങ്ങനെ അർത്ഥമുണ്ടാകുന്ന നല്ലവരിൽ പടച്ച തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.